ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിസ്മി കീർത്തന. അങ്ങനെ എത്തി നമ്മുടെ കെട്ടുനിറയുടെ ദിവസം ഇങ്ങോട്ട് വന്നെത്തി കേട്ടോ. ഡിസംബർ 21 ഇന്നാണ് കേട്ടോ ഇവർ മലയ്ക്ക് പോകുന്നത്. മോർണിംഗ് ഞങ്ങളെല്ലാവരും ഒരുങ്ങിയിട്ട് ക്ഷേത്രത്തിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ജാനുകുട്ടി ആ മേക്കപ്പ് ബോക്സ് താഴെ വെക്കുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ അതും കൈ പിടിച്ചാണ് നമ്മൾ ക്ഷേത്രത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛമ്മയ്ക്കും എൻ്റെ അച്ഛനും വരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അമ്മ ഇന്നലെ വൈകിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടന്മാരൊക്കെ കുറച്ച് നേരത്തെ തന്നെ ക്ഷേത്രത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിരിക്കടോ. അങ്ങനെ ക്ഷേത്രത്തിലെത്തി തൊഴുതിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണയും മാമനും മേമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയമ്മയുടെ മോനും ഏട്ടൻ്റെ അനിയനും ഏട്ടനും കൂടിയാണ് നമ്മുടെ ഫാമിലിയിൽ നിന്ന് പോകുന്നത്. സോ ആളുടെ കെട്ടുനിറ ദേ കഴിഞ്ഞിട്ട് തൊഴാൻ വേണ്ടി പോകുന്നുണ്ട്. അതിനിടയ്ക്ക് കുറച്ചു പേരുടെ കെട്ടുനിറക്ക് ശേഷം ഏട്ടനെ ഇരുന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് വീട്ടിൽ പോയതുകൊണ്ട് തന്നെ അമ്പൂറിന്റെ കെട്ടുനിറ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവര് 12 പേരാണ് കേട്ടോ മലയ്ക്ക് പോകുന്നത്. അങ്ങനെ എല്ലാവരുടെയും കെട്ടുനിറ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. ഉപ്പുമാവും കട്ടൻ കാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ പോകുന്നതിന് മുൻപ് എല്ലാവർക്കും ദക്ഷിണ കൊടുക്കലൊരു ചടങ്ങുണ്ടല്ലോ, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എനിക്കും കിട്ടി ആ വകയിൽ ഒരു 10 രൂപ നോട്ട്. ഏട്ടനിതേ അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അനിയന്മാർ 2 പേരും എനിക്ക് ദക്ഷിണ തന്നെങ്കിലും എൻ്റെ ഭർത്താവ് എനിക്ക് ദക്ഷിണ തന്നിട്ടുണ്ടായിരുന്നില്ല. സോ ഇതുപോലത്തെ ആചാരങ്ങൾ നിങ്ങൾ അവിടേക്ക് ഉണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഞങ്ങളുടെ ചെറിയച്ഛൻ്റെ മോനാണ്, അതായത് അപ്പയുടെ അനിയൻ്റെ മകൻ. ആളിതേ വല്യച്ഛന് ദക്ഷിണ കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഓരോരുത്തരായി വന്നിട്ട് ഇതേ അപ്പന് ദക്ഷിണ കൊടുക്കുകയാണ് കേട്ടോ. ദക്ഷിണ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഇറങ്ങി ഇനി അമ്പലം ചുറ്റി തേങ്ങ ഉടച്ചിട്ടാണ് ഇവർ പോകുന്നത് കേട്ടോ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വാഹന പൂജയാണ് കേട്ടോ. ഇത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവർ ഇറങ്ങുന്നതായിരിക്കും. എന്തോ കഴിഞ്ഞ വർഷം കേട്ടം പോകുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നേ. ബട്ട് ഇപ്രാവശ്യം അങ്ങനത്തെ കുഴപ്പമൊന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവരിറങ്ങിയതും എനിക്ക് ഇന്ന് ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതേ ട്യൂഷൻ ക്ലാസ്സിലിട്ട് ഓടി വന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്കും പിള്ളേരൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് എടുപ്പിന് ശേഷം എനിക്ക് ഹബിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നേ. അതും അറ്റൻഡ് ചെയ്ത് നേരെ ഞാൻ വീട്ടിലോട്ട് പോവാണേ. ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കഴിച്ചതിന് ശേഷം ബാക്കി അമ്മമാരൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.